ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക. ഇതൊരു പേ ചാനൽ അല്ലാത്തത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക. ഇന്ന് നമുക്ക് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും 2024 പുതുവത്സര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 ജനുവരി 1 തീയതി മുതൽ ഡിസംബർ 31 വരെ ഓരോ രാശിക്കാരുടെയും അതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുടെയും ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ ചാരഫലങ്ങളും 2024 ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്ന നക്ഷത്ര ദശാഫലങ്ങളും അനുസരിച്ചായിരിക്കും ഓരോ നക്ഷത്രജാതരുടെയും 2024 സാമാന്യ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. ഇതിൽ പ്രധാനമായും വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളെയാണ് പരിഗണിച്ചിരിക്കുന്നത്. മറ്റു ഗ്രഹങ്ങളുടെ രാശി പരിവർത്തനം പെട്ടെന്ന് വരുന്നതിനാൽ അവയുടെ ഫലങ്ങൾ ഇതിൽ ചേർത്തിട്ടില്ല. ഇന്ന് നമുക്ക് കർക്കിടകം, ചിങ്ങം, കന്നി എന്നീ കൂറുകളിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുടെ 2024 ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി കർക്കിടകക്കൂർ എടുക്കാം. കർക്കിടകക്കൂറിൽ ഉൾപ്പെടുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് 30/4/2024 വരെ വളരെ മോശപ്പെട്ട സമയമാണ്. ഇവർക്ക് ശനി അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ രോഗാരിഷ്ടതകളും ശത്രുവർദ്ധനവും ബന്ധുക്കളുടെ വേർപാടും സ്വജനങ്ങളുമായുള്ള കലഹവും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കഷ്ടനഷ്ടങ്ങളും ഫലമാകുന്നു. എന്നാൽ ശനി സ്വക്ഷേത്രസ്ഥിതനാകയാൽ ദോഷങ്ങളുടെ കാഠിന്യത്തിന് അല്പം കുറവുണ്ടാവും. 2024 ഇവർക്ക് രാഹു 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുജനങ്ങളുമായുള്ള വിരോധവും കേസുകളും വഴക്കുകളും ബന്ധനവും പിതൃജനങ്ങൾക്ക് രോഗാരിഷ്ടതകളും കർമ്മവിഘ്നവും ഫലമാകുന്നു. വ്യാഴം 30/4/2024 വരെ 10ാമിടത്ത് സഞ്ചരിക്കുന്നതിനാൽ സ്ഥലം മാറി താമസിക്കേണ്ടി വരികയും ജോലിയുള്ളവർക്ക് ട്രാൻസ്ഫറും ജോലിയിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ദ്രവ്യനാശവും ഗുരുജനങ്ങളുമായുള്ള വിരോധവും ഭാഗ്യഹാനിയും ധനനഷ്ടവും ഫലമാകുന്നു. എന്നാൽ വ്യാഴം 1/5/2024 മുതൽ 11ാം ഭാവത്തിലേക്ക് രാശിപരിവർത്തനം ചെയ്യുന്നതിനാൽ ഈ ദോഷങ്ങൾക്കൊക്കെ കുറെ ശമനമുണ്ടാകുകയും ധനലാഭം സിദ്ധിക്കുകയും വിചാരിച്ച കാര്യങ്ങൾ കുറേയൊക്കെ നടപ്പിൽ വരുത്തുവാൻ സാധിക്കുകയും സ്ഥാനമാന ഗുണവും ജോലി സാധ്യതയും സ്ഥാനക്കയറ്റവും ഫലമാകുന്നു. ഇവർക്ക് കേതു 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതിയും അഭിമാനകരങ്ങളായ കാര്യങ്ങളുണ്ടാവുകയും ധാതുദ്രവ്യ പ്രാപ്തിയും ഇടയ്ക്കിടയ്ക്ക് ധനപ്രാപ്തിയും ഫലമാകുന്നു. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട ചിങ്ങക്കൂറുകാർക്ക് അടുത്ത വർഷം ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും. ഇവർക്ക് കണ്ടകശനി സമയമായതിനാൽ കളത്രത്തിന് രോഗദുരിതങ്ങളും ദൂരദേശ യാത്രയും അലച്ചിലും മനോദുഖവും കാര്യാദികൾക്ക് മന്ദതയും തന്നേക്കാൾ താഴേക്കിടയിലുള്ളവരുമായുള്ള സഹവാസവും വ്യാപാരാദികളിൽ മന്ദതയും മാനഹാനിയും അപകടസാധ്യതയും ഫലമാകുന്നു. രാഹു അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുവിരഹവും സ്വജനകലഹവും ദീനതയും ദൈവാധീനക്കുറവും രോഗാരിഷ്ടതകളും ധനനഷ്ടവും ഫലമാകുന്നു. എന്നാൽ 30/4/2024 വരെ വ്യാഴം 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾക്ക് കുറവ് വരികയും ധനലാഭം സിദ്ധിക്കുകയും ഭാര്യാസുഖവും പുത്രസൗഖ്യവും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുകയും ബന്ധുസുഖവും ആജ്ഞാസിദ്ധിയും സാമർഥ്യവും ഫലമാകുന്നു. എന്നാൽ 1/5/2024 വ്യാഴം 10ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ വർദ്ധിക്കുകയും ഗുണഫലങ്ങളിൽ കുറവുണ്ടാവുകയും സ്ഥാനചലനവും
ധനധാന്യ നഷ്ടങ്ങളും ജോലിയിൽ ക്ലേശങ്ങളും ട്രാൻസ്ഫറും ഭാഗ്യഹാനിയും ഗുരുജനങ്ങളുമായുള്ള വിരോധവും ഫലമാകുന്നു. ഇവർക്ക് കേതു 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സർക്കാരിൽ നിന്നുള്ള നിയമ നടപടികൾ ഉണ്ടാകാനും കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവവും ശത്രുക്കൾ നിമിത്തമുള്ള ദുഃഖവും തീപ്പൊള്ളലും രോഗദുരിതങ്ങളും മനക്ലേശങ്ങളും ഫലമാകുന്നു. ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദങ്ങളായ 1, 2 പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കന്നിക്കൂറുകാർക്ക് 30/4/2024 വരെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളും അതിനുശേഷം 1/5/2024 മുതൽ ഗുണഫലങ്ങൾ ഏറിയും ദോഷഫലങ്ങൾ താരതമ്യേന കുറഞ്ഞും അനുഭവത്തിൽ വരും. ഇവർക്ക് ശനി 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ രോഗശാന്തിയും കാര്യാദികളിൽ വിജയവും ശത്രുനാശവും ഫലമാകുന്നു. രാഹു 7ൽ സഞ്ചരിക്കുന്നതിനാൽ ദൂരദേശ യാത്രയും അലച്ചിലും മനോദുഃഖവും വൃത്യസ്ത്രീ സംസർഗവും ധനനഷ്ടവും മാനഹാനിയും ഫലമാകുന്നു. കേതു ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ രോഗാരിഷ്ടവും കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവവും ഫലമാകുന്നു. 30/4/2024 വരെ വ്യാഴം അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ കഠിനമായ ദുഃഖങ്ങളും ബന്ധനവും ഫലമാകുന്നു. എന്നാൽ 1/5/2024 മുതൽ വ്യാഴം 9ാം ഇടത്തേക്ക് രാശിപരിവർത്തനം നടത്തുന്നതിനാൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾക്ക് കുറവുണ്ടാവുകയും ധനലാഭം സിദ്ധിക്കുകയും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ഭാര്യാസുഖവും പുത്രസൗഖ്യവും ബന്ധുഗുണവും ആജ്ഞാസിദ്ധിയും സാമർഥ്യവും ഫലമാക്കുന്നു. മേൽപ്പറഞ്ഞ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ 2024 ചാരോശാലുള്ള ഗുണദോഷ ഫലങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ സമയം ഇഷ്ടഫലപ്രദന്മാരായ ഗ്രഹങ്ങളുടെ നക്ഷത്രദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി അറിയാതെ കടന്നുപോകും. എന്നാൽ ദോഷഫലപ്രദമായ ഗ്രഹങ്ങളുടെ ദശാപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയും ഇഷ്ടഫലങ്ങളിൽ കുറവുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ചൊവ്വ, ആദിത്യൻ, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഇഷ്ടാനിഷ്ട ഫലങ്ങൾക്കനുസരിച്ച് ഈ ഫലത്തിൽ ചുരുങ്ങിയ കാലയളവിൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ വരാവുന്നതാണ്. ഇനി മേൽപ്പറഞ്ഞ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ ഇനി പറയുന്ന പ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. വ്യാഴമാണ് ദോഷപ്രദനെങ്കിൽ ജന്മനക്ഷത്രം തോറും മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും പാൽപ്പായസം, തുളസിമാല എന്നീ വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക. ശനിയാണ് ദോഷപ്രദനെങ്കിൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചുള്ള ക്ഷേത്രങ്ങളിലോ അഥവാ അയ്യപ്പ ക്ഷേത്രങ്ങളിലോ ശനിയാഴ്ച ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും നീരാജന വഴിപാട് കഴിക്കുകയും എള്ളെണ്ണ നടക്കി വയ്ക്കുകയും ചെയ്യുക. രാഹുവാണ് ദോഷപ്രദനെങ്കിൽ എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. കേതുവാണ് ദോഷപ്രദനെങ്കിൽ ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുകയും കർഗമാല വഴിപാടായി സമർപ്പിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതിനോടൊപ്പം ദോഷപ്രദന്മാരായ ഗ്രഹങ്ങൾക്കനുസരിച്ച് വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവ്വം ജപിക്കുകയും വ്യാഴത്തിനു വേണ്ടി വ്യാഴാഴ്ചയും ശനിക്ക് വേണ്ടിയും രാഹുവിന് വേണ്ടിയും ശനിയാഴ്ച ദിവസവും കേതുവിന് വേണ്ടി ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വ്രതമെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഗ്രഹപ്പെടുദോഷങ്ങൾക്ക് പ്രതിവിധി എന്ന പേരിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറയുന്ന പ്രകാരമുള്ള പുഷ്പധാരണം നടത്തിയും ദോഷങ്ങൾക്ക് പ്രതിവിധി കാണാവുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുലാം, വൃശ്ചികം, ധനു എന്നീ കൂറുകൾ ഉൾപ്പെട്ട നക്ഷത്രക്കാരുടെ 2024 പുതുവത്സര ഫലങ്ങളുമായി എത്രയും പെട്ടെന്ന് തിരിച്ചെത്താം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.